മലയാള സിനിമയിൽ ശ്രദ്ധേയമായ ശബ്ദവും ഭാവവുമായിരുന്നു മേഘനാഥൻ. വില്ലൻ വേഷങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ അദ്ദേഹം മായാത്ത മുഖമാണെങ്കിലും ഉള്ളിൽ കൃഷിയോടും ഭൂമിയോടും അതീവ സ്നേഹമുള്ള ആളായിരുന്നു അദ്ദേഹം. ആദ്യ സിനിമയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് വാങ്ങിയത് ട്രാക്ടർ ആയിരുന്നു. അതുകൊണ്ട് പാടത്തും പറമ്പിലും ഉഴുതു നടക്കാൻ താല്പര്യമുള്ള കർഷകനായിരുന്നു അദ്ദേഹമെന്ന പ്രശസ്ത സംവിധായകനായ ലാൽ ജോസ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചു. മേഘനാഥന്റെ അഭിനയ ജീവിതം ആരംഭിച്ചത് MT വാസുദേവൻ നായരുടെ പഞ്ചാഗ്നി എന്ന സിനിമയിലായിരുന്നു. ഈ സിനിമയിൽ നിന്നും ലഭിച്ച പ്രതിഫലത്തിൽ നിന്നും ട്രാക്ടർ വാങ്ങിയത് ഇപ്പോഴും ആ ട്രാക്ടർ മേഘനാഥന്റെ അമ്മ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് ലാൽ ജോസ് പറഞ്ഞു. വളരെ ഗ്രാമീണനായുള്ള മേഘനാഥൻ കൃഷിയിൽ തൽപരനായിരുന്നു. മേഘനാഥന്റെ ശബ്ദം പ്രത്യേകത ഉള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമയിലെ വില്ലൻ വേഷങ്ങളിലെ കഥാപാത്രങ്ങൾ ചെയ്യുന്നതിൽ അദ്ദേഹത്തിന്റെ ശബ്ദം വളരെയധികം പ്രയോജനം ചെയ്തിരുന്നു എന്ന് ലാൽ ജോസ് ഓർക്കുന്നു. സിനിമയിൽ വില്ലൻ വേഷങ്ങളാണ് കൂടുതലായി ചെയ്തിരുന്നുവെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ സൗമ്യനായ മനുഷ്യനും ഏവർക്കും പ്രിയപ്പെട്ടവനും ആയിരുന്നു. ചെറിയ രോഗം വരുമ്പോൾ അതിനെ പെരുപ്പിച്ച് കാണിക്കുന്ന സ്വഭാവം ഇല്ലായിരുന്നുവെന്നും ലാൽ ജോസ് ഓർക്കുന്നു. ആരോഗ്യപരമായ ഒട്ടേറെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനെ പിന്തുടർന്നുവെങ്കിലും അതൊന്നും മേഘനാഥൻ പുറമേ കാണിച്ചിരുന്നില്ല. ഒറ്റപ്പാലം സ്വദേശിയായ മേഘനാഥൻ ഭാലങ്കെ നായരുടെ 3 മക്കളിൽ രണ്ടാമനാണ്. സിനിമാ രംഗത്ത് മാത്രമല്ല സീരിയലുകളിലും അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മരണവാർത്ത ഞെട്ടിക്കുന്നതായിരുന്നുവെന്നും സംവിധായകൻ ലാൽ ജോസ് പറഞ്ഞു. മേഘനാഥൻ ഒറ്റപ്പാലം സ്വദേശിയായിരുന്നുവെങ്കിലും അദ്ദേഹം പഠിച്ചതും പിന്നീട് കല്യാണം കഴിച്ചതും താമസിച്ചതും എല്ലാം കോഴിക്കോടായിരുന്നു.